ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കേന്ദ്രീകരണത്തെയും ശ്രേണിയെയും പിന്തുണയ്ക്കുന്ന എന്നാൽ നേതൃത്വം തുല്യതയും സ്വാതന്ത്ര്യവും സന്തുലിതമാക്കണമെന്ന് ഊന്നി പറയുന്നവ ഏതാണ്? ഓപ്ഷൻ എ ഫയോളിന്റെ തത്വങ്ങൾ. 2 വാദം കാരണം. വാദം ആകസ്മിക സിദ്ധാന്തം ഒരു മികച്ച മാർഗം എന്ന ആശയത്തെ നിരാകരിക്കുന്നു, കാരണം ഇത് വ്യത്യസ്ത സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നു. ഓപ്ഷൻ എ രണ്ടും ശരിയാണ്, കാരണം വാദത്തെ വിശദീകരിക്കുന്നു. 3 പ്രസ്താവന അനുമാനങ്ങൾ. പ്രസ്താവന എല്ലാ സ്ഥാപനങ്ങളിലും അനൗപചാരിക ആശയവിനിമയം നിലനിൽക്കുന്നു. അനുമാനങ്ങൾ ജീവനക്കാർ സാമൂഹിക ഗ്രൂപ്പുകൾ രൂപീകരിക്കുന്നു. അനൗപചാരിക സംവിധാനം എല്ലായ്പ്പോഴും കാര്യക്ഷമതയെ ദോഷകരമായി ബാധിക്കുന്നു. ഓപ്ഷൻ എ ഒന്നു മാത്രം അനുമാനിച്ചു. 4 വാദം കാരണം. വാദം സംഘടനാ സാംസ്കാരിക പ്രകടനത്തെ ബാധിക്കുന്നു, കാരണം പങ്കിട്ട മൂല്യങ്ങൾ പെരുമാറ്റത്തെ രൂപപ്പെടുത്തുന്നു. ഓപ്ഷൻ എ രണ്ടും ശരിയാണ്, കാരണം വാദത്തെ വിശദീകരിക്കുന്നു. 5 പ്രസ്താവന സ്വഭാവ സിദ്ധാന്തം പറയുന്നത് നേതാക്കൾ ജനിക്കുന്നുവെന്ന്. അനുമാനങ്ങൾ 1 നേതൃത്വ ഗുണങ്ങൾ ജന്മസിദ്ധമാണ്, 2 നേതൃത്വ കഴിവുകൾ വികസിക്കാൻ കഴിയില്ല. ഓപ്ഷൻ എ ഒന്ന് മാത്രം അനുമാനിച്ചു. 6 വാദം മാക്സ് വെബർ കാര്യക്ഷമതയ്ക്കായി ഉദ്യോഗവൃന്ദത്തെ ബാധിച്ചു, കാരണം ഉദ്യോഗസ്ഥ വൃന്ദം വ്യക്തമായ നിയമങ്ങൾ, ശ്രേണീക്രമം, മെറിറ്റ് അടിസ്ഥാനമാക്കിയുള്ള പ്രൊമോഷൻ എന്നിവ ഉറപ്പാക്കുന്നു. ഓപ്ഷൻ എ രണ്ടും ശരിയാണ്, കാരണം വാദത്തെ വിശദീകരിക്കുന്നു. 7 ഇനി പറയുന്നവ പൊരുത്തപ്പെടുത്തുക. മെക്കാനിസം പ്രവർത്തനം, സോഷ്യൽ ഓഡിറ്റ് പൗര അവലോകനം, ജുഡീഷ്യൽ അവലോകനം നിയമ പരിശോധന, ഓംബുഡ്സ്മാൻ പരാതി പരിഹാരം. പ്രാദേശിക പരിപാടികൾ നിരീക്ഷിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ സംവിധാനം ഏതാണ്? ഓപ്ഷൻ എ സോഷ്യൽ ഓഡിറ്റ്. 8 ബജറ്റ് ചെലവുകളുടെ വിശദാംശങ്ങൾ അറിയാൻ പൗരന്മാർ ഒരു RTI അപേക്ഷ സമർപ്പിക്കുന്നു. നല്ല ഭരണത്തിന്റെ ഏത് തത്വമാണ് പ്രയോഗിക്കുന്നത്? ഓപ്ഷൻ എ സുതാര്യത. 9 പ്രസ്താവന ഈ ഗവേണൻസ് സേവന വിതരണം മെച്ചപ്പെടുത്തുന്നു. നിഗമനങ്ങൾ 1 ഇത് കാലതാമസം കുറച്ചു, 2 ഇത് എല്ലായ്പ്പോഴും പ്രവേശന സമത്വം ഉറപ്പാക്കുന്നു. ഓപ്ഷൻ എ ഒന്ന് മാത്രം പിന്തുടരുന്നു. 10 ഉയർന്ന മത്സരാധിഷ്ഠിതമായ ഒരു സ്ഥാപനത്തിൽ ചേർന്നതിന് ശേഷം ഒരു ജീവനക്കാരൻ നേട്ടങ്ങൾക്കും സ്റ്റാറ്റസ് ചിഹ്നങ്ങൾക്കും നിരന്തരം പ്രശംസ നേടുന്നു. ഏത് ആവശ്യമാണ് ഏറ്റവും സജീവമായത്? ഓപ്ഷൻ ബി ആദരവ്. 11 മിൻസ്ബർഗിന്റെ അഭിപ്രായത്തിൽ ഇനി പറയുന്നവയിൽ ഏതാണ് മാനേജർമാരുടെ തീരുമാനപരമായ പങ്ക് അല്ലാത്തത്? ഓപ്ഷൻ ഡി മോണിറ്റർ. 12 മാനേജ്മെന്റിലേക്കുള്ള ആകസ്മികത സമീപനം ഊന്നി പറയുന്നത്? ഓപ്ഷൻ ബി മാനേജ്മെന്റ് പ്രവർത്തനങ്ങൾ സാഹചര്യ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. 13 ഈ തത്വങ്ങളിൽ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റിന്റെ കേന്ദ്ര ബിന്ദു ഏതാണ്? ഓപ്ഷൻ ബി ഉപഭോക്തൃ ശ്രദ്ധയും തുടർച്ചയായ മെച്ചപ്പെടുത്തലും. 14 ധാർമ്മിക തീരുമാനമെടുക്കലിന് പ്രയോജനകരമായ സമീപനം പരിഗണിക്കാൻ നിർദ്ദേശിക്കുന്നു. ഓപ്ഷൻ എ ഓരോ തീരുമാന ബദലിന്റെയും എല്ലാ കക്ഷികളിലും ഉള്ള സ്വാധീനം ഏറ്റവും കൂടുതൽ ആളുകളെ ഒപ്റ്റിമൈസ് ചെയ്യുന്നത് ഒന്ന് തിരഞ്ഞെടുക്കുക. 15 ഇനി പറയുന്ന സാഹചര്യങ്ങളിൽ ഏതാണ് ആജ്ഞയുടെ ഏകത്വം എന്ന തത്വത്തെ ഏറ്റവും നന്നായി പ്രതിഫലിപ്പിക്കുന്നത്? ഓപ്ഷൻ സി ഉത്തരവാദിത്വത്തിലെ വ്യക്തതയ്ക്കായി ഒരു ജീവനക്കാരന് ഒരൊറ്റ സൂപ്പർവൈസറിൽ നിന്ന് ഓർഡറുകൾ ലഭിക്കുന്നു. 16 ജെയിംസ് തോംസൺ സാങ്കേതിക വിദ്യയുടെ വർഗീകരണത്തിൽ ഉൾപ്പെടാത്തത് ഏത് പട്ടികയിലാണ്? ഓപ്ഷൻ ഡി ലോഗ് ബാച്ച് സാങ്കേതിക വിദ്യ. 17 താഴെ പറയുന്നവയിൽ ഏതാണ് നേതൃത്വ ശൈലികളുടെ കാര്യത്തിൽ പൊരുത്തപ്പെടാത്തത്? ഓപ്ഷൻ എ മിഷിഗൺ പഠനങ്ങൾ മിഡിൽ ഓഫ് ദി റോഡ്. 18 സ്കേലാർ ചെയിൻ പ്രധാനമായും സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ എ മുകളിൽ നിന്ന് താഴേക്ക് അധികാരത്തിന്റെയും ആശയവിനിമയത്തിന്റെയും ലംബമായ ഒഴുക്ക്. 19 2013 കമ്പനി ആക്ട് പ്രകാരം CSR പാലിക്കൽ നിരീക്ഷിക്കുന്നതിന് ഏത് ഇന്ത്യൻ അതോറിറ്റിയാണ് ഉത്തരവാദി? ഓപ്ഷൻ സി കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം. 20 ഭാവിയിലെ വിവിധ ഫലങ്ങൾ പ്രവചിക്കുന്നതും പദ്ധതികൾ തയ്യാറാക്കുന്നതും ഇങ്ങനെ വിവരിക്കുന്നു. ഓപ്ഷൻ സി പ്രവചനം. 21 ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ ഏതാണ് ശരി? ഓപ്ഷൻ സി 1, 3, 4 എന്നിവ ശരിയാണ്. 1 ആമുഖം ഇന്ത്യയെ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്നു. 3 ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമായി കണക്കാക്കപ്പെടുന്നു. 4 ആർട്ടിക്കിൾ 368 പ്രകാരം ആമുഖം ഭേദഗതി ചെയ്യാൻ കഴിയും. 22 രാജ്യസഭയെക്കുറിച്ചുള്ള പ്രസ്താവനകൾ ഏതാണ് ശരി? ഓപ്ഷൻ ബി ഓപ്ഷനുകൾ 1, 2, 3 ശരിയാണ്.
ഒന്ന്, രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്, അത് ഒരിക്കലും പിരിച്ചുവിടലിന് വിധേയമല്ല. 2, രാജ്യസഭയിലെ 1/3 അംഗങ്ങൾ ഓരോ 2 വർഷത്തിലും വിരമിക്കുന്നു. 3, രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാനാണ് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി. 23, ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ ഗവർണറെ കുറിച്ചുള്ള പ്രസ്താവനകൾ ഏതാണ് ശരി? ഓപ്ഷൻ ബി. ഓപ്ഷനുകൾ 1, 3, 4 ശരിയാണ്. 1, ഗവർണറെ ഇന്ത്യൻ രാഷ്ട്രപതി നിയമിക്കുന്നു. 3, ഗവർണർ സംസ്ഥാനത്തിന്റെ ഭരണഘടനാ തലവനായി പ്രവർത്തിക്കുകയും മന്ത്രിസഭയുടെ സഹായവും ഉപദേശവും അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. 4, ഒന്നിലധികം സംസ്ഥാനങ്ങൾക്ക് ഒരേ സമയം ഒരു ഗവർണറെ നിയമിക്കാം. 24, താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ രാഷ്ട്രപതിമാരുടെ ശരിയായ കാലക്രമം? ഓപ്ഷൻ എ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, ഡോക്ടർ സക്കീർ ഹുസൈൻ, വി ഗിരി. 25, മൗലിക കടമകളെക്കുറിച്ചുള്ള പ്രസ്താവനകൾ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ ബി. ഓപ്ഷനുകൾ 1, 3, 4 ശരിയാണ്. 1, 1976 42-ാം ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെയാണ് മൗലിക കടമകൾ ചേർത്തത്. 3, നിലവിൽ 11 മൗലിക കടമകളുണ്ട്. 4, മൗലിക കടമകൾ നിയമപ്രകാരം നടപ്പിലാക്കാൻ കഴിയില്ല. 26, പാർലമെന്ററി പ്രത്യേക അവകാശങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവനകൾ ഏതാണ് ശരി? ഓപ്ഷൻ സി. 1, 2, 4 ശരി. 1, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 105 പാർലമെന്ററി പ്രത്യേക അവകാശങ്ങൾ നൽകിയിട്ടുണ്ട്. 2, അവയിൽ പാർലമെന്റിൽ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യവും സഭയിൽ നടത്തുന്ന പ്രസംഗങ്ങൾക്ക് നിയമ നടപടികളിൽ നിന്നുള്ള പ്രതിരോധവും ഉൾപ്പെടുന്നു. 4, നിയമനിർമ്മാണ പ്രവർത്തനങ്ങളുടെ സ്വാതന്ത്ര്യവും ഫലപ്രാപ്തിയും ഉറപ്പാക്കാൻ പാർലമെന്റിൽ പ്രത്യേക അവകാശങ്ങൾ അത്യാവശ്യമാണ്. 27, ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ആദ്യ വനിത ആരാണ്? ഓപ്ഷൻ ബി. പ്രതിഭ പാട്ടീൽ. 28, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഹൈക്കോടതികളിൽ പൊതു താൽപര്യ ഹർജികൾ ഫയൽ ചെയ്യാൻ കഴിയുക? ഓപ്ഷൻ സി. ആർട്ടിക്കിൾ 226. 29, താഴെ പറയുന്നവയിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സംസ്ഥാന നിയമനിർമ്മാണ കൗൺസിൽ ഇല്ലാത്തത്? ഓപ്ഷൻ ഡി. തമിഴ്നാട്. 30, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 32 പ്രകാരം താഴെ പറയുന്ന റിട്ടുകളിൽ ഏതാണ് വ്യക്തമായി പരാമർശിക്കാത്തത്? ഓപ്ഷൻ ഡി. ഇൻജക്ഷൻ. 31, ഇന്ത്യൻ രാഷ്ട്രപതി തന്റെ രാജിക്കത്ത് ആർക്കാണ് നൽകുന്നത്? ഓപ്ഷൻ ബി. ഇന്ത്യൻ ഉപരാഷ്ട്രപതി. 32, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിന് കീഴിലാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പരാമർശിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ. ആർട്ടിക്കിൾ 74. 33, അടിയന്തരാവസ്ഥ പ്രഖ്യാപനം പ്രാബല്യത്തിലാണെങ്കിൽ സംസ്ഥാന പട്ടികയിലുള്ള ഏത് കാര്യത്തിലും നിയമനിർമ്മാണം നടത്താൻ പാർലമെന്റിന് അധികാരം നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് വ്യവസ്ഥയാണ്? ഓപ്ഷൻ എ. ആർട്ടിക്കിൾ 250. 34, അടിയന്തരാവസ്ഥ പ്രഖ്യാപന സമയത്ത് താഴെ പറയുന്ന മൗലിക അവകാശങ്ങളിൽ ഏതൊക്കെ അവകാശങ്ങൾ നടപ്പാക്കുന്നത് താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ കഴിയില്ല? ഓപ്ഷൻ സി. ആർട്ടിക്കിൾ 20ഉം 21ഉം. 35, ഇന്ത്യയുടെ 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഓപ്ഷൻ ബി. ശ്രീ ഗ്യാനേഷ് കുമാർ. 36, ഒരു അഖിലേന്ത്യാ സർവീസിലെയോ ഒരു സംസ്ഥാനത്തിന്റെ സിവിൽ സർവീസിലെയോ യൂണിയന്റെയോ സംസ്ഥാനത്തിന്റെയോ സിവിൽ സർവീസിലെയോ അംഗമായ അല്ലെങ്കിൽ യൂണിയനോ സംസ്ഥാനത്തിന്റെയോ കീഴിൽ ഒരു സിവിൽ പദവി വഹിക്കുന്ന ഒരു വ്യക്തിയെയും അയാൾ നിയമിക്കപ്പെട്ട അധികാരത്തിന് കീഴിലുള്ള ഒരു അധികാരി പിരിച്ചുവിടുകയോ നീക്കം ചെയ്യുകയോ ചെയ്യരുത്. ഈ വകുപ്പ് താഴെ പറഞ്ഞതിന് ബാധകമല്ല. ഓപ്ഷൻ ഡി. 4 മുകളിൽ പറഞ്ഞവയെല്ലാം. 1, ഒരു ക്രിമിനൽ കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടതിന്റെ പേരിൽ ഒരു വ്യക്തിയെ പിരിച്ചുവിടുകയോ നീക്കം ചെയ്യുകയോ റാങ്കിൽ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ. 2, ഒരു വ്യക്തിയെ പിരിച്ചുവിടാനോ നീക്കം ചെയ്യാനോ അല്ലെങ്കിൽ റാങ്കിൽ കുറയ്ക്കാനോ അധികാരപ്പെടുത്തിയ ഒരു അധികാരി ആ അധികാരി രേഖാമൂലം രേഖപ്പെടുത്തിയിരിക്കുന്ന ഏതെങ്കിലും കാരണത്താൽ ആ വ്യക്തിക്ക് കാരണം കാണിക്കാനുള്ള അവസരം നൽകുന്നത് ന്യായമായും പ്രയോഗമല്ലെന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യത്തിൽ. 3, സംസ്ഥാനത്തിന്റെ സുരക്ഷയുടെ താൽപര്യാർത്ഥം അത്തരമൊരു അന്വേഷണം നടത്തുന്നത് ഉചിതമല്ലെന്ന് രാഷ്ട്രപതിക്കോ ഗവർണർക്കോ ബോധ്യപ്പെടുന്ന സാഹചര്യത്തിൽ. 37, ആർട്ടിക്കിൾ 317 കുറിച്ച് പ്രതിപാദിക്കുന്നു. 317 ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഓപ്ഷൻ എ. പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗത്തെ നീക്കം ചെയ്യലും സസ്പെൻഡ് ചെയ്യലും. 38, അധിനിവേശ മേഖലയെക്കുറിച്ചുള്ള സിദ്ധാന്തം വ്യാഖ്യാനമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓപ്ഷൻ സി. ആർട്ടിക്കിൾ 254. 39, GST കൗൺസിലിന്റെ അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ ബി. കേന്ദ്ര ധനകാര്യ മന്ത്രി. 40,
ഹൈക്കോടതികളുടെ ജുഡീഷ്യൽ അവലോകനം ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ ഉൾപ്പെടുത്തണമെന്ന് ഏതിൽ വിധിച്ചിരിക്കുന്നു? ഓപ്ഷൻ ഡി എൽ ചന്ദ്രകുമാർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയും മറ്റുള്ളവയും. 41. കേരളം ഒരു വളർച്ചാ വിരോധാഭാസത്തെ നേരിടുന്ന കാരണം. ഓപ്ഷൻ ഡി ഉയർന്ന മനുഷ്യ വികസനം എന്നാൽ ദുർബലമായ വ്യവസായിക അടിത്തറ. 42. എല്ലാ സംസ്ഥാനങ്ങളുടെയും ശരാശരിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കേരള സർക്കാരിന്റെ സ്വന്തം നികുതി വരുമാന വിഹിതം. ഓപ്ഷൻ ബി ശരാശരിയേക്കാൾ കൂടുതലാണ്. 43. കേരളത്തിന്റെ സർക്കാർ ചെലവ് ഘടനയെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ സി 1, 3 മാത്രം. 1. ശമ്പളം, പെൻഷൻ, പലിശ പേയ്മെന്റുകൾ എന്നിവ ചെലവിന്റെ ഒരു പ്രധാന പങ്ക് ഉപയോഗിക്കുന്നു. 3. ഉയർന്ന പ്രതിബദ്ധതയുള്ള ചെലവ് സാമ്പത്തിക വഴക്കത്തെ നിയന്ത്രിക്കുന്നു. 44. കേരളത്തിന്റെ വ്യാവസായിക മേഖലയെ ചരിത്രപരമായി ഏറ്റവും നന്നായി വിവരിക്കുന്ന സവിശേഷത ഏതാണ്? ഓപ്ഷൻ ബി ചെറുകിട വിഭവ അധിഷ്ഠിതത്വവും കുറഞ്ഞ സാങ്കേതിക വിദ്യാപരവുമായ. 45. കേരളത്തിലെ വിദേശ പണമയക്കലിന്റെ പങ്കിനെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ സി 2, 3 മാത്രം. 2. പണമയക്കൽ പ്രധാനമായും ഭവന ഉപഭോഗ മേഖലകളിൽ തിരിച്ചുകിട്ടും. 3. ആരോഗ്യ വിദ്യാഭ്യാസ ചെലവുകൾ വഴി പണമയക്കൽ മനുഷ്യ മൂലധനം മെച്ചപ്പെടുത്തി. 46. കേരളത്തിൽ പണമയക്കലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘാതം എന്താണ്? ഓപ്ഷൻ എ കൃഷിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കൽ. 47. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് കേരളത്തിലെ ജനസംഖ്യാപരമായ മാറ്റങ്ങളെ ഏറ്റവും നന്നായി വിവരിക്കുന്നത്? ഓപ്ഷൻ ഡി ജനന നിരക്ക് കുറയുന്നതും പ്രായമാകുന്ന ജനസംഖ്യയും. 48. കേരളത്തിലെ തൊഴിൽ ഡേറ്റ കണക്കാക്കുന്നത് കൃഷി GSDP-യിൽ അതിന്റെ വിഹിതത്തെക്കാൾ വളരെ കൂടുതൽ ആളുകളെയാണ് ജോലിക്ക് എടുക്കുന്നത് എന്നാണ്. ഈ പൊരുത്തക്കേട് എന്താണ് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ ബി കാർഷിക മേഖലയിൽ തൊഴിലാളികൾക്ക് തൊഴിൽ കുറവാണ്. 49. കേരളത്തിലെ വിദ്യാഭ്യാസത്തെയും തൊഴിലിനെയും കുറിച്ചുള്ള ഇനി പറയുന്ന ഡേറ്റ പരിഗണിക്കുക. ഏറ്റവും സാധ്യതയുള്ള നിഗമനം ഏതാണ്? ഓപ്ഷൻ എ കേരളത്തിലെ തൊഴിലില്ലായ്മ പ്രശ്നം വിദ്യാസമ്പന്നർക്കിടയിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. 50. ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന ദാരിദ്ര്യ നിരക്കാണ് കേരളത്തിന്റെ ബഹുമാന ദാരിദ്ര്യ സൂചിക (0.002). ഈ കണ്ടെത്തലുമായി ഏറ്റവും യോജിക്കുന്ന വ്യാഖ്യാനം ഏതാണ്? ഓപ്ഷൻ സി ശക്തമായ സാമൂഹിക കരുതലും മാനവ വികസന ഫലങ്ങളും കുറഞ്ഞ ദാരിദ്ര്യം നിലനിർത്തുന്നു. 51. 1980-81 മുതൽ കേരളത്തിന്റെ മൊത്തം കൃഷിഭൂമിയുടെ വിസ്തീർണം ക്രമാനുഗതമായി കുറഞ്ഞു വരികയാണ്. ഇതിൽ നിന്ന് എന്ത് നയപരമായ ആശങ്കയാണ് ഉയരുന്നത്? ഓപ്ഷൻ ഡി ഭക്ഷ്യസുരക്ഷയെ ബാധിക്കുന്ന നഗരവൽക്കരണവും ഭൂവിനിയോഗ മാറ്റവും. 52. കേരളത്തിലെ ജലസേചന സ്ഥിതിവിവര കണക്കുകൾ കാണിക്കുന്നത് കിണറുകളാണ് ജലസേചനത്തിന്റെ ഏറ്റവും വലിയ സ്രോതസ് എന്നാണ്. ഈ ആശ്രയത്വത്തിന്റെ നിർണായകമായ പ്രത്യാഘാതം എന്താണ്? ഓപ്ഷൻ ബി ഭൂഗർഭ ജലശോഷണ സാധ്യതകൾ കൃഷിയെ സുസ്ഥിരമല്ലാതാക്കുന്നു. 53. കേരള സർക്കാരിന്റെ 2025-26 ബജറ്റ് പ്രധാനമായും സാമ്പത്തിക സമ്മർദ്ദം കുറയ്ക്കുന്നതിന് ഊന്നൽ നൽകുന്നത് ഇവയാണ്. ഓപ്ഷൻ എ ഉയർന്ന സ്വന്തം നികുതി വരുമാനം സമാഹരിക്കുക. 54. 2025-26 കേരളത്തിലെ ധനകമ്മി ലക്ഷ്യം ഏകദേശം. ഓപ്ഷൻ സി GSDP-യുടെ 3.4%. 55. കാലാവസ്ഥാ പ്രതിരോധ ശേഷിയിൽ കേരളം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പ്രതിഫലമായ നടപടി ഏതാണ്? ഓപ്ഷൻ ബി പുനരുപയോഗ ഊർജവും ഹരിത ഗതാഗത സംരംഭങ്ങളും. 56. താഴെ പറയുന്നവയിൽ ഏതാണ് കേരള മോഡലിന്റെ വിരോധാഭാസം വിശദീകരിക്കുന്നത്? ഓപ്ഷൻ എ ഉയർന്ന സാക്ഷരതയും സാമൂഹിക വികസനവും ഉണ്ടായിരുന്നിട്ടും ഉയർന്ന തൊഴിലില്ലായ്മ. 57. നവീകരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ് മിഷൻ സംരംഭങ്ങളുടെ ഭാഗമായത് ഇനി പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ സി 1, 2, 3. 1 ഇന്നവേഷൻ ഗ്രാന്റ്, 2 ഗവേഷണ വികസന ഗ്രാന്റ്, 3 സ്ത്രീകൾക്കുള്ള സാങ്കേതിക വിദ്യ വാണിജ്യവൽക്കരണ പിന്തുണ ഓപ്ഷനുകൾ. 58. മറ്റ് പല സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലെ വികസന അനുഭവത്തെ ഏറ്റവും ശക്തമായി വേർതിരിക്കുന്ന ഘടകം ഏതാണ്? ഓപ്ഷൻ ബി ആദ്യം സാമൂഹിക വികസനം പിന്നീട് വളർച്ച. 59. കേരളത്തിലെ വിജ്ഞാന സമ്പദ് വ്യവസ്ഥയുടെയും സ്റ്റാർട്ടപ്പുകളുടെയും ഉയർച്ചയെ പലപ്പോഴും ഇതിലേക്കുള്ള ഒരു നീക്കമായി പരാമർശിക്കുന്നു. ഓപ്ഷൻ സി മസ്തിഷ്ക നേട്ടവും നവീകരണവും നയിക്കുന്ന വളർച്ചയും. 60. 2019-21 SRS ഡേറ്റ പ്രകാരം കേരളത്തിന്റെ ആയുർദൈർഘ്യം ഏകദേശം. ഓപ്ഷൻ സി 75 വർഷം. 61. സ്ത്രീ ശാക്തീകരണത്തിനായുള്ള കേരളത്തിന്റെ മുൻനിര സംരംഭം ഏത് പരിപാടിയാണ്? ഓപ്ഷൻ എ കുടുംബശ്രീ.
62 നീതി ആയോഗിന്റെ 2021-22 ആരോഗ്യ സൂചിക പ്രകാരം കേരളത്തിന്റെ ശിശുമരണ നിരക്ക്. ഓപ്ഷൻ ബി ദേശീയ ശരാശരിയേക്കാൾ കുറവാണ്. 63 13ാം പദ്ധതിയുടെ 4 ദൗത്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ഡിജിറ്റൽ ഇന്ത്യ മിഷൻ. 64 CDS-UN 1975 പഠനമനുസരിച്ച് കേരളത്തിന്റെ വിദ്യാഭ്യാസ നയങ്ങളുടെ പ്രാഥമിക സംഭാവന എന്തായിരുന്നു? ഓപ്ഷൻ സി സാമൂഹിക സാമ്പത്തിക തലങ്ങളിലുടനീളം ലംബമായ സാമൂഹിക ചലനം പ്രോത്സാഹിപ്പിച്ചു. 65 കേരളത്തിലെ വിജ്ഞാന സമ്പദ് വ്യവസ്ഥ ഇവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓപ്ഷൻ എ IT പാർക്കുകളും ഉന്നത വിദ്യാഭ്യാസ വികാസവും. 66 കേരളത്തിലെ ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ നയത്തിൽ താഴെ പറയുന്ന അവകാശങ്ങളിൽ ഏതാണ് ഊന്നി പറഞ്ഞത്? ഓപ്ഷൻ ഡി 1, 2, 3. 1 സമത്വത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. 2 അക്രമമില്ലാതെയും മാന്യതയോടെയും ജീവിക്കാനുള്ള അവകാശം. 3 തൊഴിൽ, വിദ്യാഭ്യാസം, പരിശീലനം, ആരോഗ്യം എന്നിവയിലേക്കുള്ള തുല്യ പ്രവേശനത്തിനുള്ള അവകാശം. 67 ആഗോള സമ്പദ് വ്യവസ്ഥയിലെ ഏറ്റക്കുറച്ചിലുകൾക്ക് ഏറ്റവും സെൻസിറ്റീവ് ആയത് കേരളത്തിലെ ഏതൊക്കെ വിളകളാണ്? ഓപ്ഷൻ എ റബ്ബറും സുഗന്ധ വ്യഞ്ജനങ്ങളും. 68 കേരളം സ്റ്റാർട്ടപ്പുകൾക്ക് പ്രാരംഭഘട്ട പിന്തുണ നൽകുന്നത് ഇനി പറയുന്ന രൂപങ്ങളിലാണ്. ഓപ്ഷൻ സി 1, 2, 3, 4. 1 ഇന്നവേഷൻ ഗ്രാന്റുകൾ. 2 വിത്ത് വായ്പകൾ. 3 പാറ്റന്റ് പിന്തുണ. 4 ഗവേഷണ വികസന ഗ്രാന്റുകൾ. 69 13ാം പഞ്ചവത്സര പദ്ധതി കേരളത്തിൽ ഇനി പറയുന്നവയിൽ ഏതാണ് കൂടുതൽ വ്യവസ്ഥാപിതമായി വികസിപ്പിച്ചെടുത്തത്? ഓപ്ഷൻ ഡി ലിംഗ ബജറ്റ്. 70 കേരളത്തിലെ വാർദ്ധക്യ ജനസംഖ്യ ഒരു വെല്ലുവിളിയായി കണക്കാക്കപ്പെടുന്നതിന് പ്രധാനമായ കാരണം? ഓപ്ഷൻ ബി ആശ്രിതത്വ അനുപാതം വർദ്ധിപ്പിക്കുന്നു. 71 പരിസ്ഥിതി സംരക്ഷണ ഏജൻസി പ്രകാരം സൾഫർ ഡൈ ഓക്സൈഡ് ഉദ്വമനത്തിന്റെ ഏറ്റവും വലിയ ഉറവിടം ഇനി പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ഡി ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്ന പവർ പ്ലാന്റുകൾ. 72 ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി പ്രസ്ഥാനമായി കണക്കാക്കപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ എ ചിപ്കോ പ്രസ്ഥാനം. 73 ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ബി 1, 3, 4 മാത്രം. 1 വലിയ ശൃംഖലകൾ നിർമ്മിച്ച കാലാവസ്ഥാ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുകയും അവയെ നടത്തുകയും ചെയ്യുന്ന ഒരു അന്താരാഷ്ട്ര ലാഭേച്ഛയില്ലാത്ത സംഘടനയാണ് ദി ക്ലൈമറ്റ് ഗ്രൂപ്പ്. 3 ഊർജ്ജ കാര്യക്ഷമതയിൽ നവീകരണം നയിക്കുന്നതിനും മത്സരശേഷി വർദ്ധിപ്പിക്കുന്നതിനും മലിനീകരണം കുറയ്ക്കുന്നതിനുമുള്ള ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും പ്രതിജ്ഞാബദ്ധരായ മുൻനിര കമ്പനികളെ EP100 ഒരുമിച്ച് കൊണ്ടുവരുന്നു. 4 ചില ഇന്ത്യൻ കമ്പനികൾ EP100 അംഗങ്ങളാണ്. 74 ഇന്ത്യൻ ഗ്രീൻ ഓഡിറ്റിംഗിന്റെ പ്രാഥമിക ലക്ഷ്യം. ഓപ്ഷൻ ബി പാരിസ്ഥിതിക ആഘാതവും സുസ്ഥിരതയും വിലയിരുത്തൽ. 75 ഇന്ത്യയിലെ ഒരു വന്യജീവി സങ്കേതത്തിന്റെ പ്രാഥമിക ഉദ്ദേശം എന്താണ്? ഓപ്ഷൻ സി വന്യജീവികളെയും അവയുടെ ആവാസ വ്യവസ്ഥകളെയും സംരക്ഷിക്കുക. 76 വായു മലിനീകരണത്തെയും അനുബന്ധ സംരംഭങ്ങളെയും കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി? ഓപ്ഷൻ എ 1, 2 മാത്രം. 1 ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാം 2024 ആകുമ്പോഴേക്കും 131 നോൺ അറ്റൈൻമെന്റ് നഗരങ്ങളിൽ കണികാ പദാർത്ഥത്തിന്റെ സാന്ദ്രത 20 മുതൽ 30% കുറയ്ക്കാൻ ലക്ഷ്യമിടുന്നു. 2 ഇന്ത്യയിലെ വായു മലിനീകരണ തോത് നിരീക്ഷിക്കാൻ ISROയുടെ ഉപഗ്രഹങ്ങളിൽ നിന്നോ എയറോസോൾ ഓപ്റ്റിക്കൽ ഡെപ്ത് ഡേറ്റ ഉപയോഗിക്കുന്നു. 77 EIA പ്രക്രിയയുടെ പ്രധാന ഘട്ടങ്ങൾ എന്തൊക്കെയാണ്? ഓപ്ഷൻ എ സ്ക്രീനിംഗ്, സ്കോപ്പിംഗ്, ഇമ്പാക്ട് പ്രവചനം, ലഘൂകരണം, നിരീക്ഷണം. 78 ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണത്തിനായുള്ള ഒരു കുട നിയമനിർമ്മാണമായി കണക്കാക്കുന്ന നിയമം ഏതാണ്? ഓപ്ഷൻ ബി പരിസ്ഥിതി സംരക്ഷണ നിയമം 1986. 79 നഗരപ്രദേശങ്ങളിൽ കണികാ മലിനീകരണത്തിന്റെ പ്രാഥമിക സ്രോതസ്സുകൾ എന്താണ്? PM മലിനീകരണത്തിന് സാധ്യതയുള്ള ആരോഗ്യ പ്രത്യാഘാതങ്ങൾ എന്താണ്? ഓപ്ഷൻ എ വ്യാവസായിക ഉദ്വമനങ്ങളും വാഹന ഉദ്വമനങ്ങളും ശ്വസന പ്രശ്നങ്ങളും ഹൃദയ സംബന്ധമായ രോഗങ്ങളും ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രത്യാഘാതങ്ങൾ. 80 സുസ്ഥിര അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള പ്രധാന പരിഗണനകൾ എന്തൊക്കെയാണ്? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. എ പരിസ്ഥിതി സുസ്ഥിരതയും സാമൂഹിക ഉത്തരവാദിത്വവും. ബി സാമ്പത്തിക സാധ്യതയും സാങ്കേതിക സാധ്യതയും. സി സ്ഥാപനശേഷിയും ഭരണവും. 81 ദുരന്ത നിവാരണത്തിന്റെ ഘടനാപരമായ ലഘൂകരണത്തിൽ നിന്ന് ഘടനാപരമല്ലാത്ത ലഘൂകരണത്തെ വേർതിരിക്കുന്നത് ഇനി പറയുന്നവയിൽ ഏതാണ്?
ഓപ്ഷൻ ബി ഘടനാപരമായ ലഘൂകരണം ഭൗതിക അടിസ്ഥാന സൗകര്യങ്ങൾ നടപടികൾ ഉൾക്കൊള്ളുന്നു. അതേസമയം ഘടനാപരമല്ലാത്ത ലഘൂകരണം നയങ്ങൾ, ആസൂത്രണം, ശേഷി വർദ്ധിപ്പിക്കൽ എന്നിവ ഉൾക്കൊള്ളുന്നു. 82 ദുരന്ത നിവാരണ ചക്രത്തിൽ ഒരു ദുരന്തം സംഭവിക്കുന്നതിന് മുമ്പ് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് പ്രധാനമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഘട്ടം ഏതാണ്? ഓപ്ഷൻ സി ലഘൂകരണം. 83 നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രാഥമിക പ്രവർത്തനമല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ സി NDRFനെ നിയന്ത്രിക്കുകയും വിന്യസിക്കുകയും ചെയ്യുക. 84 പ്രതികരണ ഘട്ടത്തിൽ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം നിർണായകമാണ്. കാരണം? ഓപ്ഷൻ ബി വ്യത്യസ്ത ദുരന്ത സ്ഥലങ്ങളിൽ ഒന്നിലധികം ഏജൻസികളെ ഏകോപിപ്പിക്കുന്നതിന് ഇത് ഒരു സ്റ്റാൻഡേർഡ് ഫ്ലെക്സിബിൾ ഘടന നൽകുന്നു. 85 ദുരന്ത നിവാരണത്തിന്റെ പ്രതികരണവും വീണ്ടെടുക്കൽ ഘട്ടങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഇനി പറയുന്ന സാഹചര്യങ്ങളിൽ ഏതാണ് ഏറ്റവും നന്നായി പ്രകടമാക്കുന്നത്? ഓപ്ഷൻ സി വെള്ളപ്പൊക്കത്തിന് ശേഷം താൽക്കാലിക ഷട്ടറുകൾ നൽകി സ്ഥിരമായ ഭവന നിർമ്മാണം. 86 ദേശീയ ദുരന്ത നിവാരണ സേനയെ സംസ്ഥാന ദുരന്ത നിവാരണ സേനയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന പ്രധാന തത്വം ഏതാണ്? ഓപ്ഷൻ ബി NDRF കേന്ദ്രീകൃത നിയന്ത്രണത്തിലും സ്പെഷ്യലൈസ് ചെയ്തതുമാണ്. അതേസമയം SDRF സംസ്ഥാന തലത്തിലുള്ള പ്രാദേശിക അപകടങ്ങളുമായി പൊരുത്തപ്പെടുന്നതാണ്. 87 ഹൈഗ്രോ ഫ്രെയിം വർക്കുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സെൻഡായ് ഫ്രെയിം വർക്ക് ഫോർ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ഇനി പറയുന്നവയിൽ ഏതാണ് അതിന്റെ പ്രാഥമിക സമീപന മാറ്റമായി ഊന്ന് പറയുന്നത്? ഓപ്ഷൻ ബി മുൻകരുതലുള്ള അപകട സാധ്യത കുറയ്ക്കുന്നതിലും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിലും ശക്തമായ ഊന്നൽ. 88 2005 ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിലെ ഏത് വ്യവസ്ഥയാണ് സംസ്ഥാന ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയെ നിയമപരമായി സ്ഥാപിക്കുന്നത്? ഓപ്ഷൻ ബി സെക്ഷൻ 14. 89 വെള്ളപ്പൊക്കം ആഗിരണം ചെയ്യുന്നതിനായി നഗര തണ്ണീർത്തട പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതിൽ ഒരു നഗരം നിക്ഷേപിക്കുന്നു. ദുരന്ത നിവാരണ ചട്ടക്കൂടിൽ ഇത് ഏത് വിഭാഗത്തിൽ നിന്നും നന്നായി തരംതിരിച്ചിരിക്കുന്നു? ഓപ്ഷൻ ഡി ഘടനാപരമായ ലഘൂകരണം. 90 അന്താരാഷ്ട്ര ദുരന്ത പ്രതികരണ നിയമങ്ങൾ പ്രകാരം ഒരു ദുരന്ത ബാധിത രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ മാനുഷിക ദുരിതാശ്വാസ സംഘടനകൾ നേരിടുന്ന പ്രധാന വെല്ലുവിളി എന്താണ്? ഓപ്ഷൻ സി കസ്റ്റംസ് ക്ലിയറൻസ്, വിസകൾ, സഹായദാതാക്കളെ അംഗീകരിക്കൽ എന്നിവയ്ക്ക് വ്യക്തമായ നിയമ ചട്ടക്കൂടിന്റെ അഭാവം. 91 നല്ല ഭരണത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന്. ഓപ്ഷൻ ബി സുതാര്യതയും ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കുക. 92 ഇനി പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയിൽ ഗവേണൻസ് വെല്ലുവിളി അല്ലാത്തത്? ഓപ്ഷൻ സി ബഹുഭാഷാ ഡിജിറ്റൽ വിഭവങ്ങളുടെ സമൃദ്ധി. 93 താഴെ പറയുന്നതിലൂടെ പ്രധാനമായും ഗവേണൻസിനെ പ്രോത്സാഹിപ്പിക്കുന്ന അഴിമതി കുറയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു? ഓപ്ഷൻ എ സേവന വിതരണത്തിൽ മനുഷ്യ ഇടപെടൽ കുറയ്ക്കൽ. 94 താഴെ പറയുന്ന ഗവേണൻസ് സംരംഭങ്ങളെ അവയുടെ ലക്ഷ്യങ്ങളുമായി പൊരുത്തപ്പെടുത്തുക. ഓപ്ഷൻ ബി സിസ്റ്റം ലാൻഡ് റെക്കോർഡുകൾ ഡിജിറ്റലൈസേഷൻ. ഓപ്ഷൻ ബി സേവ ഓൺലൈൻ യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റുകൾ. MCA 21 കോർപ്പറേറ്റ് ഫയലിംഗ്. ഭൂമി സിസ്റ്റം ലാൻഡ് റെക്കോർഡുകൾ ഡിജിറ്റലൈസേഷൻ. കോട്ട് കേസ് വിവര ആക്സസ്. 95 ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം ഒരു വിദഗ്ധ സിസ്റ്റത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. ഓപ്ഷൻ ബി DSS സെമി സ്ട്രക്ചേർഡ് തീരുമാനമെടുക്കലിൽ മാനേജർമാരെ സഹായിക്കുന്നു. അതേസമയം വിദഗ്ധ സിസ്റ്റങ്ങൾ ഡൊമെയ്ൻ വിദഗ്ധ ന്യായവാദത്തെ അനുകരിക്കുന്നു. 96 താഴെ പറയുന്നവയിൽ ഏതാണ് 2000 IT ആക്ട് വ്യവസ്ഥ അല്ലാത്തത്? ഓപ്ഷൻ ഡി ബയോമെട്രിക് ആധാർ പ്രാമാണീകരണത്തിനുള്ള മാർഗനിർദ്ദേശങ്ങൾ. 97 ഗവേണൻസ് പ്രോത്സാഹനങ്ങളുടെ സ്വാധീനം ഒരു സർവേ കണക്കാക്കുന്നു. പൗരസേവന സംതൃപ്തി മുമ്പ് 42%, ശേഷം 78%. അഴിമതി റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകൾ മുമ്പ് 38%, ശേഷം 12%. സേവന വിതരണ കാര്യക്ഷമത മുമ്പ് 46%, ശേഷം 81%. സർവേയിൽ നിന്ന് ഏത് നിഗമനമാണ് ഏറ്റവും സാധ്യതയുള്ളത്? ഓപ്ഷൻ സി ഗവേണൻസിനെ പ്രോത്സാഹിപ്പിക്കുന്നത് സംതൃപ്തിയും കാര്യക്ഷമതയും മെച്ചപ്പെടുത്തി അഴിമതി കുറച്ചു. 98 കേരളത്തിലെ അക്ഷയ പദ്ധതി പ്രധാനമായും ഇവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓപ്ഷൻ ബി പൗര കേന്ദ്രീകൃത സാക്ഷരതയും സേവന വിതരണവും. 99 വിവര സുരക്ഷയിൽ എൻക്രിപ്ഷന്റെ പങ്ക് ഇനി പറയുന്നവയിൽ ഏതാണ് ഏറ്റവും നന്നായി വിശദീകരിക്കുന്നത്? ഓപ്ഷൻ ബി അംഗീകൃത കക്ഷികൾക്ക് മാത്രമേ ഡാറ്റ ആക്സസ് ചെയ്യാൻ കഴിയൂ എന്നിത് ഉറപ്പാക്കുന്നു. 100 കേസ് പരിഗണിക്കുക. ഒരു സംസ്ഥാന സർക്കാർ ഒരു പുതിയ ടെൻഡറിംഗ് പ്ലാറ്റ്ഫോം നടപ്പിലാക്കുന്നു.
ഒരു വർഷത്തിനുള്ളിൽ ലേല സുതാര്യത മെച്ചപ്പെടുന്നു. ചെറുകിട സ്ഥാപനങ്ങളിൽ നിന്നുള്ള പങ്കാളിത്തം വർദ്ധിക്കുന്നു. ചെലവ് ലാഭിക്കുന്നു. ഏതൊക്കെ ഭരണതത്വങ്ങളാണ് ഇവിടെ നേരിട്ട് പ്രകടമാകുന്നത്? ഓപ്ഷൻ എ തുല്യത, സുതാര്യത, കാര്യക്ഷമത.